ഒരസുലനുമൊത്ത് യുദ്ധമൊന്നു നടത്തി നീയും ചത്തു വീണു ദശമുഖ വീരൻ വില്ലും അമ്പും ചരങ്ങളുമായി രാമ 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 ജയ രാമ രാമ രാമ. ദശം എന്ന് പറഞ്ഞാൽ എന്താണ്? 10. ഗജം എന്താണ്? ഗജം എന്ന് പറഞ്ഞു ആന. 10 ആനയായിട്ടുള്ള അതേ ഒരു ആള് ഭജനപ്പാട്ടിൽ ഒരാൾ, ഞാൻ ഇത് പറഞ്ഞൊരർത്ഥം, ഭജനപ്പാട്ടിൽ ഒരാള് പാടിയിട്ട് ഇരുന്നുകൊണ്ട് പറഞ്ഞ് ചത്ത് വീണ് ഗജമുഖൻ എന്ന് പറഞ്ഞു. ഗജമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ആന. അപ്പൊ അതങ്ങനെയല്ല പാടാനുള്ളത്, ദശമുഖനാണ്. ദശമുഖൻ എന്നാണ് നമ്മൾ പറയാനുള്ളത്. ഇവര് ഭജനപ്പാട്ടിൽ പാടിയ എങ്ങനെയാണ് പാടിയത്? ഇങ്ങനെ പിന്നെ ഗജമുഖൻ എന്ന് പറഞ്ഞു. ഗജമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗണപതി ആയി പോകും. അതാണ് ദശമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണനാണ്. അതാണ്. അതായത് അവര് യുദ്ധം ചെയ്തപ്പോ ചത്ത് വീണ്, കാരണം അവര് തലയർത്ത് വീണല്ലോ. അങ്ങനെയാണ് നമ്മൾ പാടാനുള്ളത്. ഇവര് പാടിയത് എങ്ങനെയാണ്? ഗജമുഖൻ എന്ന് പാടി. ഗജമുഖൻ എന്ന് പാടാൻ പാടില്ല. ഗജമുഖൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഗണപതിയെ ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യം പാടുന്നത് ഗണപതിയെ തലയെടുക്കാൻ പറ്റൂ. ഈ അവര് തലയെടുക്കണ ഗണപതിക്ക് മരണമല്ലല്ലോ. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവർ പാടി തെറ്റിപ്പോയി. പതിനെപ്പാട്ടില് പാടിയാണ് അവരെ കറിഞ്ഞൂടാതെ പാടി. അന്ന് എനിക്ക് ഞാൻ കൊച്ചാണ്, എന്നിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എനിക്കറിവുള്ള എന്റെ അച്ഛനാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു, മക്കളെ അങ്ങനെയല്ല ഇങ്ങനെയാണത്. എന്തെന്ന്? ഗജമുഖൻ എന്ന് പറയുന്നത് ദശമുഖനാണ് പണ്ട് രാവണൻ. അത് ചെത്ത വീട് ഗജമുഖൻ. ഗജമുഖൻ എന്ന് പറയുമ്പോ ആനയാണ്. ദശം എന്ന് പറയണം. ദശം എന്ന് പറയുമ്പോ അത് സംസ്കൃതമാണ്. ദശം എന്ന് പറയുമ്പോ സംസ്കൃതമാണ്. ദശം 10. അതാണ് 10 തലയുള്ള രാവണൻ. രാവണൻ. അവരാണ് തലയെടുത്ത് വീഴുന്നത്. പിന്നെ ഗജമുഖൻ നിങ്ങൾ എന്താ പാടുന്നതിന്റെ അർത്ഥം തരുന്നത്? ഞാൻ ഈ 60 ഞാൻ കേൾക്കണം തന്നെയല്ലേ? അപ്പൊ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു തന്ന്, ഇവിടെ മക്കളെ അത് ഇവര് പാടുന്നത് തെറ്റാണ്. ദശമുഖൻ എന്ന് പറഞ്ഞാൽ അത് ഒരു അർത്ഥമുണ്ട്. ഗജമുഖൻ എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയുടെ തലയെടുത്തിടാൻ പറ്റൂ? ഇല്ല. ദശമുഖൻ അല്ല, ഗജമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനയുടെ തലയുള്ള ആള്, നമ്മളിപ്പോ ആരാധിക്കുന്ന ഗണപതി. ദശമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ അല്ലേ? രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സീതയെ കൊണ്ടുപോയി രാമന്റെ 10 തലയെ. അതുകൊണ്ടാണ് കാരണം ഇവര് പാനപ്പെട്ട ഇവരൊക്കെ അറിഞ്ഞോളല്ലോ. ഇവരൊന്ന് പാടുന്നവരാണ്. ചത്ത് വീണു ദശമുഖവീരൻ, അല്ല ഗജമുഖവീരാണെന്ന്. ഗജമുഖവീരാണെന്ന് പാടരുത്. ദശമുഖവീരൻ. ദശമുഖ 10 തലകള്, ഏത്തോന്തിയും ചാർപ്പാഞ്ച്. അതാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പാടിയണോ? അത് ഇനി ഓർമ്മ നില വരുള്ളൂ. അതൊക്കെ പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മ നില